നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കിന്ന് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വാസ്തവത്തിൽ പാറ്റകളുടെ സമരമാണ്. അതെ. പക്ഷേ എം ആർ അജിത് കുമാറുമായി സംഭവിച്ചിരിക്കുന്നത് പറയാൻ നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം വരുത്തി കൂട്ടിയ വിക്രിയകൾ അതേപോലെ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ട അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്, സസ്പെൻഷനിൽ സാധാരണ ഇത്രയും കാര്യങ്ങൾ ചേർക്കാറുണ്ട്, കുറ്റപത്രം പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാലം എന്ന് പറയുന്നത് അതിദയനീയമാണ്. ഞാൻ ഇന്നിപ്പം ഇതേക്കുറിച്ച് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും താഴത്തെ പോലീസുമാരൊക്കെ സംസാരിച്ചാൽ ഇവരോടൊക്കെ സംസാരിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇനി കഷ്ടമാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പിണറായിയുടെ ചെവി തിന്നുകൊണ്ട് പിണറായിയുടെ സ്വന്തമായി അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് കൈകാര്യം ചെയ്തിരുന്നത്. എല്ലാത്തിനും ഞാനാണെന്നല്ലേ, ഞാൻ തീരുമാനിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇയാളൊന്നും അനുസരിക്കില്ലായിരുന്നല്ലേ പറഞ്ഞു. അതായത് ഹോം സെക്രട്ടറി ആണ് ഇവരുടെയൊക്കെ മുകളിലത്തെ മുകളിലാണ് ശരിക്കും വേണമെങ്കിൽ ടെക്നിക്കലി പറയാന്നുള്ളതാണ്. കാരണം ഇവരെല്ലാം ഗവൺമെന്റ് മന്ത്രിയാണ്. അപ്പൊ ഈ ഹോം സെക്രട്ടറി പലപ്പോഴും ആഭ്യന്തര വിഷയങ്ങൾ അഭിപ്രായം പറയും. ഇദ്ദേഹം മാത്രം വിളിച്ച മീറ്റിങ്ങിന് പോലും വരത്തില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാനത് സി എമ്മിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകും. ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ഈ പോലീസ് ഓഫീസർമാരുടെ അടുത്തേക്ക് ഇദ്ദേഹം ഇടയ്ക്ക് പറയാൻ തുടങ്ങി, മടുത്തു, എന്തൊരു അധ്വാനമാണ്, എനിക്കാണെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല, സി എം ഇതൊന്നും സമ്മതിക്കുന്നതില്ല. ഞാൻ പലതവണ പറഞ്ഞു പകുതി ജോലി ആർക്കെങ്കിലും കൊടുക്കും, എല്ലാം കൂടെ എന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിന്ന് പുള്ളി ഡയലോഗ് അടിച്ചപ്പം ഒരു ജൂനിയർ ഓഫീസർ ഒറ്റ താങ്ങ്, സത്യമാ സാറേ, എല്ലാവർക്കും അറിയാം സാറില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, പക്ഷെ സാറൊരു സംഭവമാണ് സാറെന്ന് പറഞ്ഞാൽ അപ്പൊ ഇയാൾ ആസ്വദിച്ചതാണ്. ബാക്കി പോലീസ് ഓഫീസർമാരെല്ലാം കൂടി ഇയാളുടെ മുഖത്തോട് നോക്കി പുള്ളി അങ്ങ് മൂപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, സത്യം പറഞ്ഞ സാറില്ലായിരുന്നു എന്ത് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങ് മോപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ജയറാം മെഡിക്കൽ ഇത് അവസ്ഥയായിരുന്നാണ് പറയപ്പെടുന്നത്. അന്ന് DGP ഇല്ലല്ലോ, IG ആണല്ലോ, VN രാജ് എന്ന ഒരു IG ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ ഈ IG അടുത്ത് പറഞ്ഞൊന്നും കേൾക്കൂലായിരുന്നാണ്. ഞാൻ ഹോം മിനിസ്റ്റർ അടുത്ത് പറഞ്ഞു, കേരളനാരനാണല്ലോ ഹോം മിനിസ്റ്റർ, ഞാൻ സംസാരിച്ചോളാം, എന്തെല്ലാം വിചിത്ര ജീവികളെ കാണിച്ചത്. എന്നിട്ട് അവസാനം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ ആകാൻ ഒരു പദവിയില്ല. ഇപ്പൊ ആകെപ്പാടെയുള്ള ബെക്കോഎംടി സ്ഥാനം പോകും, സസ്പെൻഷൻ. അത് ഒരു SP റാങ്കിലുള്ള അതും പോകും. അത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുറഞ്ഞത് 3 ക്രിമിനൽ കേസുകൾ കൂടാതെ വിജിലൻസ് കേസ്, നേരത്തെ നാഗരാജിന്റെ കേസ് മൂവാറ്റുപുഴ കോടതി കിടപ്പുണ്ട്. ഫ്ലാറ്റ് മേടിച്ചു വിറ്റത് അതിന് ഇപ്പം വരുവാണ്, അത് ഉടനടി വരാൻ പോവാണ്. അതുപോലെ P. വിജയന്റെ 2 കേസുകളുണ്ട്. P. വിജയനെ കുറിച്ച് പക തീർത്തുന്നത് മാത്രമല്ല, സസ്പെൻഡ് ചെയ്ത് പുറത്തെടുത്തത് മാത്രമല്ല, ആലോചിച്ചു സത്യസന്ധന ഒരു മനുഷ്യന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അയാളെ അതിൽ രാജ്യദ്രോഹ കുറ്റമാണ് ആദ്യത്തെ. രാജ്യദ്രോഹം അതൊക്കെ അങ്ങേർക്ക് പ്രിയപ്പെട്ട വിഷയമായിരുന്നു. രണ്ടാമത് ഇദ്ദേഹം സ്വർണ്ണക്കടത്തുകാരനാണെന്ന് പറഞ്ഞു അത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഈ കേസുകളെല്ലാം ഇദ്ദേഹത്തിനെതിരെ ആ കേസ് 2 വരാൻ പോകുന്നു. കൂടാതെ ഇപ്പോഴത്തെ നമ്മുടെ PV അൻവർ പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പം അൻവർ വന്ന് കോടതിയിൽ ആഫ്രിക്കയില. അപ്പൊ അവിടുന്ന് വന്ന് ഇവരെല്ലാം ഇളക്കാൻ പോവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 1.5 വർഷം ഇദ്ദേഹത്തിന് തുടർച്ചയായ സസ്പെൻഷൻ ഉണ്ടാവും. ഒരു തെറ്റും ചെയ്യാത്ത പ്രശാന്തിനെ 1.5 വർഷം സസ്പെൻഡ് ചെയ്ത് നിർത്തി വീട്ടിലിരുത്തി. അപ്പൊ പിന്നെ അതുപോലെ P. വിജയനെ പോലെ ഏറ്റവും സത്യസന്ധൻ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിന്നെ അതാണ് ഇന്റലിജൻസിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അദ്ദേഹത്തെ. കാലത്തിന്റെ കാവ്യനീതി. പക്ഷെ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇയാൾക്കിനി സസ്പെൻഷൻ മാത്രമേ കാണത്തുള്ളൂ, ഒരു പദവിയും കാണത്തില്ല. ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ ഡിസ്മസ് പോലും ചെയ്യാം. അത് നീണ്ടുപോകും. ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ ജയിലിൽ പോകേണ്ടി വരില്ല. ജയിലിൽ പോകേണ്ടി വരാം. ക്രിമിനൽ കേസിൽ വേണം അറസ്റ്റ് ചെയ്യാം, ജയിലാം. പിന്നെ ഇതെല്ലാം ഈ ജാമ്യമൊക്കെ എടുത്ത് നിൽക്കും. ഞാൻ പറഞ്ഞു ജയിലിൽ പോകുന്നുള്ള അത്യാഗ്രഹമാണ്, കാരണം ഒരു ഓഫീസറാണല്ലോ. ജാമ്യമൊക്കെ എടുത്ത് നിൽക്കും. പക്ഷേ ഇയാൾ റിട്ടയർ ചെയ്താൽ ഇയാൾ ചെയ്ത കുറ്റത്തിനെല്ലാം പാവം പരിഹാരം എന്ന നിലയിൽ ഇയാൾ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങി നടക്കേണ്ടി വരും. സകല റിട്ടയർ ചെയ്ത വിലയില്ല. മാത്രമല്ല അവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസർമാർ മുഴുവൻ ഇയാൾ എല്ലാവരും ദ്രോഹിച്ചു. ഞാൻ പറഞ്ഞു ഇയാളുടെ മുകളിലിരിക്കുന്ന ഒരു നമുക്കൊക്കെ ഒരു പദവി കിട്ടുമ്പോഴേ മനുഷ്യനെ സഹായിക്കാനാണ് നോക്കേണ്ടത്, അല്ല മനുഷ്യനെ ഉപദ്രവിക്കാൻ നടക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന പണി. ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഡോക്ടർ വേണു. അദ്ദേഹം പിണറായിയുടെ വിശ്വസ്തനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല. എല്ലാ ഓഫീസർമാരെ സഹായിക്കാൻ, എല്ലാ മനുഷ്യരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്തതിനു ശേഷം പദവി വാങ്ങിച്ചില്ല, ഏത് പദവിയും കിട്ടുമായിരുന്നു, ഒരു പദവി സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉള്ളിടത്താണ് ഈ ഉപജാപ സംഘം. അതുപോലെ വിജയൻ ഉണ്ണി എന്ന് പറഞ്ഞ പഴയ ചീഫ് സെക്രട്ടറി ഉണ്ട്, അതേ പൂജപ്പുര താമസിക്കുന്ന അദ്ദേഹം റിട്ടയർ ചെയ്ത് പദവി സ്വീകരിച്ചില്ലല്ലോ. അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചു.
ഇതിനൊന്നും ഭയങ്കര ഭയങ്കര സ്കോളർലി ആയിട്ടുള്ള ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവരൊന്നും പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, അവരെ വഴിക്ക് പോയി. എന്തായാലും ഇവിടെ ഈ വളരെ രസകരമായ കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പിണറായി വിജയന്റെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും പുതിയ അവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ 2024 തന്നെ ED റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചു. 24 തന്നെ പറഞ്ഞത്. ഇത് ഈ കാശ് പിന്നെ ഇവരുടെ എക്സാലോജിക്ക് ഒരു സേവനവും ചെയ്തിട്ടില്ല, പിണറായി വിജയന്റെ മകളാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ധരിക്കുക വരും. അതായത് 2024 കരിമണൽ കർത്ത EDക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കൃത്യം പറയുന്നു, ഒരു സേവനവും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ ഞാൻ ഇതിന്റെ പരാതിക്കാരനായ ഇയാളോട് സംസാരിക്കുക, ഷോണിനോട് സംസാരിച്ച ഷോൺ പറഞ്ഞത് ഈ വീണയുടെ മൊഴിയിലുണ്ടെന്നാ പറഞ്ഞത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. SFIOയുടെ ഈ അവരുടെ കുറ്റപത്രം 92ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ED ചോദിക്കുമ്പോഴും അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് സാമ്പത്തിക ഇടപെടൽ എനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. സത്യമായിരിക്കും, അവര് മാത്രമാണ് കമ്പനിയുടെ ഡയറക്ടർ. അതെ, ഞാൻ പറഞ്ഞത് 2 പേര് ഡയറക്ടർമാരുണ്ടെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാം. അവർ മാത്രം 1 പേഴ്സൺ കമ്പനിയാണ്. 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറാണുള്ളത്. ആ ഡയറക്ടർ ആയിരിക്കുന്ന അവർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണെന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയാൾ പറഞ്ഞ മാതിരി അതേസമയം പ്രശ്നമുണ്ട്, കുരുക്കൊണ്ട്. കാരണം ഇൻവോയ്സ് അയക്കണമല്ലോ. അത് സ്വന്തം മൊബൈലിൽ നിന്ന് ഉടായ്പ കാണിച്ചാണ് അയച്ചേക്കുന്നത്. ഐഫോണിൽ നിന്ന് അതിന്റെ എടുത്തോണ്ടേ മൊബൈൽ ഫോണിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസും കിട്ടി. ഫുൾ ഫോൺ പിടിച്ചതോടുകൂടി ഇൻവോയ്സ് അവർ അയച്ചു, പണം അവർ കൈപ്പറ്റി. കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻവോയ്സ് മാത്രം. ഈ വർഷങ്ങൾ മുഴുവൻ ഇമെയിൽ മാത്രമേ അയച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 4 വർഷവും ഇമെയിൽ മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇത് തന്നെ അപൂർവമാണ്, ഈ ഇമെയിൽ കൂടെ ഇൻവോയ്സ് അയച്ചുള്ള ഏർപ്പാട്. ഇമെയിലിലൂടെ ഇൻവോയ്സ് അയക്കാം. അതായത് നമ്മളൊക്കെ ഇൻവോയ്സ് അയക്കുന്ന ഇമെയിലൂടെ. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പണം ഇങ്ങോട്ട് കിട്ടുന്നത് ഇപ്പം നമ്മുടെ പേയ്മെൻറ്റ്, നമ്മുടെ വിവിധ കമ്പനികളുടെ പേയ്മെൻ്റ് ഉണ്ട്, ഗൂഗിൾ അടക്കമുള്ള കമ്പനികളുടെ പേയ്മെൻ്റ് ഉണ്ട്. ഈ കമ്പനി നമ്മുടെ ഒരു മാസത്തെ ബില്ല് കറക്റ്റ് ആകുമ്പോൾ നമ്മൾ അവർക്ക് അയക്കും. ഇതാണ് ഞങ്ങളുടെ ഈ മാസത്തെ നിങ്ങൾ തരാനുള്ള കാശ് ഇൻവോയ്സ് അയക്കും, അപ്പോഴാണ് തരുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. അതാണ് സർവീസ് ഇല്ലാതെ ഇവിടെ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ, ആ സർവീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ 92 മെയിലും കണ്ടു. ഈ 92 മെയിലും ഇൻവോയ്സ് ആയിരുന്നു. അങ്ങോട്ട് ഇൻവോയ്സ് അയക്കും, അവരിങ്ങോട്ട് പണം തരും. എന്തിനു വേണ്ടി? കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്തിനു വേണ്ടിയാണ്? അപ്പം ഞാൻ ചോദിച്ചത്, ഇവർക്ക് ഒരു മാസം ഇത്ര രൂപ അയച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് കുറേ വർക്ക്, അപ്പോൾ അവർ കുറേ വർക്ക് ഓർഡർ കൊടുക്കണം. അതായത് ഈ കമ്പനി, CMRL കമ്പനി ഒരു വർക്ക് ഓർഡർ കൊടുക്കണം. ഈ വർക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ വർക്ക് അങ്ങോട്ട് കൊടുക്കണം. ആ വർക്ക് കിട്ടിയിട്ട് ആ വർക്കിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ഇതേ കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ ഭാഗമായി മാസത്തിൽ ഇൻവോയ്സ് അയക്കാം. ഇതാ ഈ മാസത്തെ വർക്കിന് വേണ്ടി ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കിയിട്ട് ഞങ്ങളുടെ ഫീസ് ഇത്രയാണ്, ഈ പൈസ തരണം എന്ന് പറഞ്ഞ് ഇൻവോയ്സ് അങ്ങോട്ട് അയക്കുമല്ലോ. അതാണ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, എല്ലാ രേഖകളും അവരുടെ മൊബൈൽ ഫോണിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു, ഇൻവോയ്സ് അടക്കമുള്ളത്. നമ്മൾ ശരിക്കും ആ മൊബൈൽ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു, ആ മൊബൈലിന് എന്ത് കിട്ടാൻ അതൊന്നും കാണും, എല്ലാവരും നേരത്തെ ഡിലീറ്റ്. പക്ഷേ എല്ലാ സാധനം അവർ തിരിച്ചു. അതെങ്ങനെയാണെന്നറിയോ? ഈ ഫോണിൽ നിന്ന് എന്ത് സാധനം റിട്രീവ് ചെയ്യാം. അതിപ്പം ഐഫോണിനാണ് കുറച്ചൊക്കെ ഇതുള്ളത്. പക്ഷേ ഐഫോൺ കമ്പനി ലീഗലി ആവശ്യപ്പെട്ടാൽ ഈ കമ്പനിക്ക് ഇത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഞാൻ പറഞ്ഞിപ്പം എൻ്റെ ഫോൺ രാജ്ഭവൻ എടുത്തുകൊണ്ട് പോയോ അല്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് പോയി ചെയ്താൽ കിട്ടത്തില്ല. പക്ഷെ ഗവൺമെന്റ് അതിൻ്റെ ഡാറ്റ കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് വീണയുടെ ഇതിൽ നിന്ന് മുഴുവൻ വിശദാംശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അതീവ ഗൗരവമുള്ള വിഷയത്തിലേക്ക് മാറുകയാണ്. മാത്രമല്ല വേറൊന്നും കൂടെ കണ്ടെത്തിയിട്ടുള്ള, വീണയ്ക്ക് അടുത്തൊരു കമ്പനിയും കൂടെ ഉണ്ടല്ലോ. ലേക്കർ ഇന്ത്യ കമ്പനി. ലേക്കർ ഞങ്ങളിത് സംസാരിച്ച് തമാശ പറയായിരുന്നു. അതിൽ കമലയുണ്ട്, പിന്നെ റിയാസ്, എല്ലാം ലേക്കർ എന്ന് പറയുമ്പോൾ ഈ പല അക്ഷരങ്ങളും അതിൽ വരുന്നുണ്ട്. ഇവരൊക്കെ വരുന്നുണ്ട്. ഇതെന്തോ കാര്യമുണ്ട്. ഇതും പുള്ളിക്കാർ 15 ലക്ഷം രൂപ, 15-6 ലക്ഷം രൂപ അതിൽ കിടപ്പുണ്ട്. ഇതുവരെ ഇങ്ങനെ കമ്പനിയൊക്കെ നമ്മളാരും കേട്ടിട്ടില്ല. ആകെപ്പാടെ എക്സാലോചിക്കുന്ന കമ്പനിയെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത് മാത്രമല്ല, ഞാൻ ചില റിപ്പോർട്ടുകൾ കണ്ടത്, ED പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിൽ പോയിരുന്നു. ആ വീടിൻ്റെ പരിസരത്തൊക്കെ 80 സെൻറ്റ് ഭൂമി വീണയുടെ പേരിലുണ്ടെന്നാണ് പറഞ്ഞത്. പലയിടങ്ങളിലും ഭൂമി വീണയുടെ പേരിലുണ്ട്. ആ വിശദാംശങ്ങളെല്ലാം ED കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സ് കാണിക്കേണ്ടി വരും. 80 സെൻറ്റ് സ്ഥലം ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും വസ്തുവിന് നല്ല വിലയാണ്. ഇത് ഡിപ്പെൻസ് ഓൺ ഇത് എവിടെയാണ്, ഹൈവേയിലാണ് എന്നുള്ളത് പ്രധാന ഘടകം. അപ്പോൾ ഈ വിശദാംശങ്ങളെല്ലാം എടുക്കേണ്ടി വരും. പിന്നെ ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ കള്ളപ്പണത്തിൻ്റെ ഫുൾ വിശദാംശങ്ങൾ ലഭിക്കാൻ പോകുന്നില്ല. കാരണം
ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പം ദുബായിലൊരു ബിസിനസ് ഉണ്ടെന്ന് കരുതുക, കള്ളപ്പണ ഇടപാട് നടത്താൻ പറ്റും, അത് അവർ വളരെ സെക്യൂറാണ്, അവരൊരിക്കലും ആ വിശദാംശങ്ങൾ പുറത്തു പറയത്തില്ല. ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡീറ്റെയിൽസ് പറ്റുള്ളൂ. ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്യാതെ എൻ്റെ ദുബായിലെ അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് അവിടുത്തെ കാർഡ് എനിക്കുണ്ട്, ഞാൻ അവിടെ വെക്കുന്നു. ഞാൻ ദുബായിൽ പോകുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ ആ കാർഡ് വെച്ചാണ്, തിരിച്ചു വരുമ്പോൾ കാർഡ് അവിടെ വെച്ച് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു കള്ളപ്പണ ഇടപാടുകാരൻ, എനിക്ക് ദുബായിലും ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അവിടെ എല്ലാം സാമ്പത്തിക ഇടപാടുണ്ട്, അവിടെ എനിക്ക് കാർഡുണ്ടാവും. അവിടെ എനിക്ക് ഈ കാർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഇന്ത്യൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 2 അക്കൗണ്ടുകൾ തമ്മിൽ ഇന്ത്യൻ അക്കൗണ്ട് മാത്രമേ അന്വേഷണം പിടിക്കാൻ പറ്റൂ. ഇന്ത്യൻ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്താം. അപ്പം ഡെഫിനറ്റ്ലി നമ്മളോട് ചോദിക്കുക, നിങ്ങൾ ഇന്ന അക്കൗണ്ടിൽ നിന്ന് പൈസ മാറ്റി, നിങ്ങൾ ഇന്ന അക്കൗണ്ട് നിങ്ങളുടെ പേരിലാണ്, ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിന്ന് തന്നില്ലെങ്കിൽ, ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നില്ലാമ്പോൾ ഞാൻ പേര് കേസെടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് ഞാൻ വെളിയിൽ പറയുന്നില്ലെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും? അപ്പം ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ദുബായിലും ലണ്ടനിലും കാനഡയിലും ഒക്കെ, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇവർക്ക് ബിസിനസ് ഉണ്ട് എന്നാണ് ആരോപണം, എന്നാണ് ഇവൻ പറയുന്നത്, നമ്മുടെ പയ്യൻ പറയുന്നത്. സ്വപ്ന സുരേഷും ഇപ്പോൾ ആരോപണങ്ങളെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് പറയുന്നത്. ഷോൺ പറയുന്നത് എല്ലാം പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ബിസിനസ്സും സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിയായിരിക്കും. കാരണം ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ ദുബായി പോയി താമസിക്കുന്ന ഹയത്തിന്റെ പ്രസിഡൻസിയിലാണ്, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. ഇതേപോലെ തന്നെയാണ് പിണറായി അമേരിക്കയിൽ പോയി താമസിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഖജനാവിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് വന്ന്, ഇപ്പം ഞാൻ പറയണത് കള്ളപ്പണ ഇടപാട് നടത്തുന്ന ബിസിനസ് നടത്തുന്ന ആൾ ദുബായിലെ ഹയത്ത് പ്രസിഡൻസി പോയി താമസിച്ചാൽ അവിടേക്ക് ആർക്കും വരാമല്ലോ. അതെ, ഈ വൻകിട കർഷകരെല്ലാം വരാമല്ലോ, സംസാരിക്കാമല്ലോ. അപ്പം എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, ഏതവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വരുമ്പോഴും ജയിലിൽ കിടക്കുന്ന പാവങ്ങളുടെ കാര്യമായിരുന്നു. അതും കൂടെ പറയണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. കാരണം നമ്മൾ ഇന്ന് പല സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള കാര്യമാണ്, ആറ്റുകാൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുൻ കൗൺസിലർ, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ഈ വിഷയത്തിൽ വീണ വിജയൻ്റെ വീട്ടിൽ എത്തിയ ഇഡി ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിൽ കിടക്കുകയാണ് ഇദ്ദേഹം, ഈ ആറ്റുകാൽ ഉണ്ണി. അതിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി 3 ദിവസവും മറ്റുമാണ് കോടതി ഇപ്പം സമയം സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ലക്ഷ്മി സുഭാഷ് എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന അനുസരിച്ച് ആളുകൾ വരുന്നുണ്ട്, അവരെ കണ്ടില്ല, അയാളെ കണ്ടില്ല എന്നുള്ളതാണ്. അനുവദിക്കുമായിരിക്കും. പക്ഷേ അവസ്ഥ ആലോചിച്ച് നോക്കി, പിതാവ് മരിക്കുമ്പോൾ മരണസമയത്ത് അവിടെ ഉണ്ടാകാതിരിക്കുക, അന്ത്യകർമ്മം ചെയ്യുക, അത് ചില കള്ളന്മാർക്ക് അങ്ങനെ പറ്റാറുണ്ട്. നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിലെ കള്ളന്മാർക്ക് അവരുടെ അമ്മ മരിച്ചു പോയപ്പോൾ പിന്നെ കൊണ്ടുവരേണ്ടി അവർ കൊണ്ടുവരേണ്ടി വന്നു. അവസ്ഥ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും തിരിച്ച് അതുപോലെ കൊണ്ടുപോണ്ടി വന്നു. അത് ചില കള്ളന്മാരുടെ വിധി. പക്ഷേ ഈ പിണറായിയുടെ യഥാർത്ഥത്തിൽ ഈ ആറ്റുകാൽ ഉണ്ണിയാണെങ്കിലും IPB ആണെങ്കിലും ബേസിക്കലി ശുദ്ധന്മാരാണ്. അല്ലെങ്കിൽ പിന്നെ ഇറങ്ങി പുറപ്പെടില്ലല്ലോ, ബുദ്ധിയാണെങ്കിൽ അവർ മാറിയിരിക്കുമല്ലോ. മാറി നിൽക്കത്തേ ഉള്ളൂ. അല്ല, ഞാൻ ഈ IPB കുറിച്ച് അന്വേഷിച്ചു. നമ്മൾ പണ്ട് അയാൾക്കെതിരെ കുറേ വാർത്തയെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് കഴിഞ്ഞിട്ട് ഇയാൾ എല്ലായിടത്തും ഇയാളുടെ പേര് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളൊരു പൊട്ടനായ പാവമാണ്. ഇയാൾ എല്ലാവരും സഹായിയാണ്. ഇയാളുടെ ഗതികേടെന്ന് വെച്ചാൽ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. പാളയം എന്ന് പറഞ്ഞാൽ AK സെന്ററിലും ഈ സെക്രട്ടേറിയറ്റ് ഒക്കെ പാളയം ലോക്കൽ കമ്മിറ്റിയിലാണ് വരുന്നത്. അപ്പം ഇയാൾക്ക് ഒരിക്കലും പോയിരിക്കാൻ പറ്റത്തില്ല. അപ്പം വിളിച്ചു വരുന്നതാണല്ലോ. ഇടയ്ക്കൊണ്ടുന്നില്ല, കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അയാൾക്ക് എന്താ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത്, വളരെ ക്ഷീണിതനാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ നേതാക്കന്മാരുടെ മക്കൾ എവിടെയാണ്? അവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, സുഖം നല്ല AC റൂമിൽ നല്ല പട്ടുമത്തി കിടന്നുറങ്ങുന്നു. ഇവരെല്ലാവരും പുതിയ കാറിൽ ED എടുത്തോട്ട് പോകുന്നു. ഏറ്റവും പുതിയ ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് പുതിയ വണ്ടിയിൽ പോകുന്നു. ഇതൊക്കെ ചെയ്യുന്നു. എന്തായാലും പിണറായി വിജയൻ, ഞാനിന്ന് ഷോണിനോട് സംസാരിച്ചപ്പോൾ ഷോൺ എന്നോട് പറഞ്ഞത്, വിജയനാണ് പ്രതി, വീണ വെറും പാവം മാപ്പ് സാക്ഷി. അതായത് എന്തിനാണ് എനിക്ക് കാശ് തരുന്നതെന്ന് പോലും അറിയാത്ത, അത് മറ്റേ ഞാൻ പറഞ്ഞ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ച്, അപ്പോൾ ഉദ്യോഗസ്ഥനോട് വളരെ സരസമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥൻ്റെ മാസപ്പടി, കരിമണക്കർത്തൻ്റെ മാസപ്പടി പിടിച്ചെടുത്തുള്ളൂ. അപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ കാശ് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, നിങ്ങൾക്ക് എന്നാ പ്രശ്നമെന്നാണ് ചോദിച്ചത് പറഞ്ഞു. എൻ്റെ കാശ് ഞാൻ കൊടുക്കുന്നു. അപ്പം അയാളുടെ സമീപനം അതാണ്, കൊടുക്കും കാശെല്ലാം കണക്കെഴുതി വെക്കും. ഈ കണക്കെഴുതി വെക്കുമ്പോൾ ഇതെല്ലാം അനധികൃത സ്വത്താണെന്നും വിഷയമാണെന്ന് അയാൾക്കറിയില്ല. അയാൾ അതുകൊണ്ടാണ് എഴുതി വെച്ചത്. അല്ലവൻ ആരും എഴുതി വെക്കുമോ? ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും എഴുതി വെക്കുമോ? കണക്കിപ്പെടാതെ കാശ് കൊടുത്തിട്ട് കാശ് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഇതേപോലെയാണ് വീണ വിജയൻ്റെ അവസ്ഥ. വീണ വിജയൻ്റെ അക്കൗണ്ടിൽ കാശ് വരുന്നു, മോളെ നിനക്ക് നീ എടുത്ത് ചെലവായിക്കോളാൻ പറയുന്നു. എന്തിനാ വരുന്നത്? അതൊക്കെ അച്ഛൻ കൈകാര്യം ചെയ്തോളാം, മോളതൊന്നും അറിയേണ്ട കാര്യമില്ല, മോളെടുത്തോളാം, സുഖമായിട്ട് ജീവിക്കുന്നു, സുഖമായിട്ട് മോള് ജീവിക്കുന്നു. മരുമോനെ മന്ത്രിയാക്കി കൊടുത്തു. അപ്പോൾ ആണെങ്കിൽ ഇന്ന് പിണറായിക്ക് ചേർന്ന് അമളയും കൂടെ പറ്റി. പിണറായി ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്ത് രാവിലെ AK സെൻറ്ററിൽ.
ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ പിന്നെ ഒരു പത്രസമ്മേളനം നടത്തിയതാണ്. പക്ഷെ തുടങ്ങിയപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഈ കേസിന്റെ ഈ പുതിയ കമ്പനി എണീറ്റ് പോകാൻ പറ്റാതായി പോയി. സ്വാഭാവികം പത്രക്കാർ പതിവില്ല ആ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം അന്വേഷണം എൻ്റെ നേർക്കുള്ള പരിപാടിയാണ്. നിങ്ങൾ കമല ഇന്റർനാഷണലിന്റെ ഏതുവരെ എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. അത് ഏതുവരെ. പിന്നെ ലോക്കർ ഇന്ത്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് ഇതാണ് ചോദിച്ചത്, കമല ഇന്റർനാഷണൽ ഏതുവരെ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ കമല ഇന്റർനാഷണൽ പറഞ്ഞത് ക്രൈം നന്ദകുമാറായിരുന്നു. അതെ, ഈ ലോക്കർ ഇന്ത്യയുടെ കാര്യം പറയുന്നത് വ്യത്യാസം. അല്ല, അതാണ് അത് വളരെ പ്രസക്തമായ കാര്യമല്ലേ. ഒരു ആധികാരിക സ്ഥാപനം പറയണത് ഇവരെ വകയാണ് ഇതെന്ന് പറയുന്നത്. അന്വേഷണ ഏജൻസി. അതെ, അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസി. എന്താ പെട്ടുപോയി. എന്നിട്ട് പോലും ഇങ്ങനെയുടെ പത്രസമ്മേളനം ഞാൻ യാദൃശ്യമായിട്ട് ഞാൻ ഒന്ന് കണ്ടുപോയി. ഇങ്ങനെയുടെ ആയത് കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ല. ഈ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടക്കുമ്പോൾ അത് ആ ഫേസ്ബുക്കിൽ കാണുന്നത്, ലൈവിൽ കാണുന്ന 400 പേരേ ഉള്ളൂ. ആലോചിച്ച് നോക്കി, 400. ഞാനൊരു ലൈവ് നടത്തിയ 2000 പേര് കാണാൻ. പിണറായി വിജയന്റെ പത്രസമ്മേളനം കാണാനിട്ട് ആ ലൈവിൽ 400 ചാനലിൽ ലൈവ് കൊടുക്കൂല. പത്രസമ്മേളനം എന്തൊരവസ്ഥ എന്തായാലും ചോദിക്കും. ആർക്കും വേണ്ട കാര്യം മനസ്സിലായി. കേരളത്തെ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരായി പോയി എന്ന് വരെ കാണിച്ചാലേ ഈ താഴെ വരുന്ന കമന്റുകളൊന്ന് വായിച്ചാൽ മതി. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം MR അജിത്തിന്റെ പിന്നെ ഞാൻ ഒപ്പമാണെന്ന് പറഞ്ഞ എൻ്റെ നമ്മുടെ പഴയ സുഹൃത്ത് പോസ്റ്റ് ഇട്ടപ്പോൾ മനസ്സിലായിരുന്നു എന്താണെന്നുള്ളത്. ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ആള്. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയുടെ ഏതായാലും പിണറായി ശരിക്കും വല്ലാത്ത ഒരു കുടുക്കിലേക്ക് ചെന്ന് പെട്ടു. ഊരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. ആ വിഷയം കോക്രോച്ച് പാർട്ടിയുടെ സമരം വിജയിച്ചു എന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രമന്ത്രി രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഞാൻ വളരെ ആദ്യം മുതൽ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, നിങ്ങൾ എങ്ങനെ എടുത്തത് എനിക്കറിയത്തില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന നിലപാട് തന്നെ ഞങ്ങളത് പറയുമായിരുന്നു. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അന്ന് ആ പ്രശ്നം തീർന്നതിന് അന്ന്. അതെ അതെ. ഇവിടെ ഞാനിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുത്തു എന്നതിന് തുല്യമാണ് ഇവിടെ നമ്മൾ. പക്ഷേ ഇതൊരു പാഠമാണ്. ഞാനിതൊരു ഈ നമ്മുടെ ചാനലുകൾ പറയുന്നത് പോലെ മൂക്കുകുത്തിയൊന്നും, എന്താണ് ഇവരുടെ മുമ്പിൽ നടുവളച്ചു തലകുത്തി വീണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ബുദ്ധിപരമായൊരു നീക്കമാണ്. ഞാനിവരെ അഭിനന്ദിക്കുകയാണ്, മോദി സർക്കാരിനെ. കാരണം മോദി സർക്കാർ അമിതമായി പിടിവാശിയായിട്ട് മുമ്പോട്ട് വരുന്നതിൽ ഈ സർക്കാർ തന്നെ വീഴുന്ന അവസ്ഥയിലേക്ക് മാറിയേനെ. മാത്രമല്ല മുൻപ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുപോട്ടെ. അതായത് ജനാധിപത്യ രീതിയിൽ എനിക്ക് BJPക്കെതിരെയുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത്ര ജനാധിപത്യ ബോധം ഇല്ല എന്നുള്ളതാണ്. വളരെ വികസനത്തിൽ അധിഷ്ഠിതമാണ് അവരുടെ ഭരണരീതി. കമ്പാരിറ്റീവ്ലി അഴിമതിയില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്ന അഴിമതികളൊന്നുമില്ല. പിന്നെ കോർപ്പറേറ്റ് അഴിമതികളുണ്ടാവാം. പക്ഷേ ഇവരുടെ കുഴപ്പം ഇവർക്ക് ജനാധിപത്യത്തോടുള്ള ഒരു വലിയ ഒരു ബഹുമാനക്കുറവ് ഇവരുടെ. അല്ലെങ്കിൽ മധ്യപ്രദേശിലെ 3 രാജ്യസഭാ സീറ്റിലെ 3ാമത്തെ സീറ്റ് കോൺഗ്രസിനുള്ള അത് തട്ടിപ്പറിക്കൂ. ആവശ്യമില്ല തട്ടിപ്പറിക്കുകയാണ്. ബംഗാളിൽ പൂർണ്ണമായും വിജയിച്ചതിന് ശേഷം ആ പ്രതിപക്ഷ പാർട്ടിയെ ഭിന്നിച്ച് തകർത്ത് തരിപ്പണമാക്കി അതൊന്നും ചെയ്യണ്ട. അവർ വലിയ നീട്ടത്തിൽ വിജയം കൈവരിച്ചതിന് ശേഷം എല്ലായിടത്തും എല്ലാ പാർട്ടിയും വളർത്തി. ഇങ്ങനൊരു ജനാധിപത്യ അഭാവം അവർക്കുണ്ട്. ഒരിക്കലും ഇവർ ആരുടെയും മുമ്പിൽ കീഴടങ്ങാത്ത രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഈ കുട്ടികൾ ഒരുമിച്ച് രംഗത്തിറങ്ങിയപ്പോൾ ഇവർ കീഴടങ്ങി എന്ന് പറയുന്നത് ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ വരവിനെ ഞാൻ പറഞ്ഞത് ഒട്ടും നിഷ്കളങ്കമായി ഞാൻ കരുതുന്നില്ല. ഇതിന് പിന്നിൽ പല ഭാഗ്യശക്തികളും. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ജനുവനായിരുന്നു. അവരുയർത്തിയത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ ഒരു ജനുവിൻ വിഷയമാണ്. പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുക. ഇന്നലെ RSS മേധാവി സർസംഘ് ചാലക് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ അച്ഛനമ്മമാരെ എല്ലാവരെയും അല്ലെങ്കിൽ മുതിർന്നവരെ അനുസരിച്ച് ജീവിച്ചവരാണ് ആ തലമുറ. ഇന്ന് അങ്ങനെയല്ല, ഇവർ ചോദ്യം ചെയ്യുന്ന തലമുറയാണ്. അതിനെ നമ്മൾ പറഞ്ഞു. അത് ഒരുപക്ഷെ ഇത് രാജ്യത്തിലേക്ക് നയിക്കാനൊക്കെ അതൊരു കാരണമായിരിക്കാം. അദ്ദേഹം നല്ല വ്യക്തമായി പറഞ്ഞു, നമ്മൾ ഇവരെ അഡ്രസ്സ് കേൾക്കണം, ഇവർ പറഞ്ഞു നമ്മൾ കേൾക്കണം അദ്ദേഹം പറഞ്ഞു. അതായിരിക്കും പ്രധാന കാരണം. പക്ഷേ ഇത് വളരെ ബുദ്ധിപരമായ തീരുമാനമായി കാണേണ്ടി വരും. കാരണം അപ്രതീക്ഷിതമായ ക്രൈസിസ് അത് രൂപപ്പെട്ടു. ഏതാണ്ട് 1 മാസം മുമ്പാണ് ഇവർ സമരം തുടങ്ങുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇയാൾ വന്ന് ഇറങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന വലിയൊരു ആവേശം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ കോക്രോച്ച് പാർട്ടി പെട്ടെന്ന് പാർട്ടിയുടെ പേരിടുന്നു, സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് വരുന്നു, ഈ പറയുന്ന വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും വേണ്ടത്ര ഒരു ഇമ്പാക്ട് അത് കഴിഞ്ഞ് പാർലമെന്റ് മാർച്ചോടുകൂടി ഈ പാർലമെന്റ് മാർച്ചിൽ ഈ പോലീസ് ഇവരെ മർദ്ദിച്ചതോടെ എപ്പോഴും ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ്
ഒരു ജനപിന്തുണ എപ്പോഴും ഓപ്പറേഷൻ ശ്രമിച്ചാൽ അവിടെ ഉണ്ടാവും. പ്രശ്നമാവും. ഇത് പോലീസ് ആക്രമണത്തോടെയാണ് ഇത് വലിയ ചർച്ചയാവുന്നതും ജനപിന്തുണ ശക്തമായി കൂടുന്നതും. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ മുതൽ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ സർക്കാർ നയം മാറ്റി. അതായത് സാധാരണഗതിക്ക് ഇവർ ചെയ്യുന്നത് അടിച്ചമർത്തുക ചെയ്യേണ്ടത്. ഇവരാഗ്രഹിച്ചതും അടിച്ചമർത്തലായിരുന്നു. ഇങ്ങനെ ഇവർ അടിച്ചമർത്താൻ ഇറങ്ങിയായിരുന്നെങ്കിൽ ഈ വ്രണപ്പെട്ട വികാരം ശക്തിപ്പെടുകയും ഈ രാജ്യത്തിന് വ്യാപകമായി ആളുകൾ ഇതിനോട് കൂടുകയും ഇത് പിടിച്ചാൽ കിട്ടാത്ത മൂവ്മെൻ്റായി അട്ടിമറിക്കപ്പെടുകയും ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോയി ഇന്ന് പാറ്റ്നയിലൊക്കെ വലിയ ബഹളമായിരുന്നു. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ നടന്ന പോലീസ് വെടിവയ്പ്പിലാണ്. ഇവിടെ ആ പോലീസ് വെടിവയ്പ്പ് ഒഴിവായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇവർ പരമാവധി പ്രകോപനം ഉണ്ടാക്കാൻ ഇവിടെ കയറിപ്പറ്റിയ ചില ഭാഗ്യശക്തികൾ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ അപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു? അവർക്ക് ആദ്യ ദിവസം തന്നെ ഈ പാർലമെന്റ് മാർച്ച് വലിയ വാർത്തയായപ്പോൾ തന്നെ മോദി സർക്കാർ ഒരു കാര്യം പിടികിട്ടി, ഇത് പിടിച്ചാൽ കിട്ടാത്ത പോലെ പോവാം, അതുകൊണ്ട് സംയമനം പാലിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നവർക്ക് മനസ്സിലായി. അന്ന് മുതൽ തന്നെ അവർ ഈഗോ കുറച്ചു. ഈ പാർലമെന്റ് മാർച്ച് കഴിഞ്ഞാൽ അവർ ഈഗോ കുറച്ചു, ചർച്ചയ്ക്ക് തയ്യാറായി. ആശുപത്രി പോയി കണ്ടു, അയാളെ ഒതുക്കി. കാരണം അയാൾക്കാണ് പിന്തുണയുള്ളത്. അങ്ങനെ ഒതുക്കി പിൻവലിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ആദ്യം ഈ ധർമ്മേന്ദ്ര പ്രധാന രാജിയൊഴികെ ബാക്കി 2 കാര്യങ്ങൾ, 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള കാര്യവും ഈ മാർച്ച് നടത്തിയവർക്കെതിരെ കേസെടുക്കത്തില്ലെന്നാണ് കാര്യവും ഇവർ സമ്മതിച്ചു. ഇതൊക്കെ വലിയ വിട്ടുവീഴ്ച. സാധാരണഗതിക്ക് ഇവർ അടിച്ചമർത്തുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. ഇത് ചെയ്തില്ല. പക്ഷെ എന്നിട്ടും ഈ സമരം മുമ്പോട്ട് പോയപ്പോൾ ഇത് കുഴപ്പമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച പ്രശ്നം തീർത്തു. വലിയ വിജയമാണ് പാർട്ടികൾക്കുണ്ടായത്. ഞാനിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2011 മുതൽ 14 വരെയുള്ള കാലയളവിൽ നിശബ്ദമായി BJP പിന്തുണയോടുകൂടിയായിരുന്നു കേജ്രിവാളും അണ്ണാ ഹസാരെയും സമരത്തിനിറങ്ങിയത്. RSSന്റെ ബി ടീമാണെന്ന് പറയുന്നത് കളിയാക്കിയിരുന്നു. യഥാർത്ഥത്തിലായിരുന്നു. RSSന്റെ പിന്തുണയോടെ, BJPയുടെ പിന്തുണയോടെയാണ് വാസ്തവത്തിൽ. അതായത് അതെങ്ങനെയാണെന്നറിയോ? ഈ അണ്ണാ ഹസാരെ വരുന്നു, കേജ്രിവാൾ വരുന്നു, അത് RSS ഇറക്കിയതല്ല. പക്ഷെ ആ ജനവികാരം സർക്കാരിനെതിരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ജനവികാരത്തെ ഇവർ ബൂസ്റ്റ് ചെയ്തു കൊടുക്കും, മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ BJPയുടെ എല്ലാ സംവിധാനങ്ങളും ഈ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ ഇവരുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചു പോയി. അന്ന് കോൺഗ്രസ് ചെയ്തത് എന്താണ്? ഇത് അവഗണിച്ചു. അവരിത് കണ്ടില്ലെന്ന് നടിച്ചു. മൻമോഹൻ സിംഗ്, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരൊരാണ് മൻമോഹൻ സിംഗ്. 1 രൂപ അഴിമതി നടത്തിയിട്ടില്ല. അയാളുടെ ഭാവനയിലാണ് നരസിംഹറാവു എന്ന് പറയുന്ന ആള് ഈ രാജ്യത്ത് സാമ്പത്തിക പരിഷ്കാരം ഉണ്ടാക്കുമ്പോൾ മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രി ആക്കിയത് കൊണ്ട് മാത്രമാണ്. ഇന്നത്തെ കാണാൻ നമ്മളൊരു പുരോഗമന ഇന്ത്യ ഉണ്ടല്ലോ, ഇതിന്റെ ബേസ് ഇട്ടത് മന്ത്രിസഭയാണ്. ഒരു സംശയം വേണ്ട കാര്യം. നരസിംഹറാവു മുതൽ ഈ മൻമോഹൻ സിംഗ് വരെയുള്ളതാണ് ഇന്ത്യയുടെ മാറ്റത്തിന് തുടക്കം. അത് മോദി ഭംഗിയായി, അതിനേക്കാൾ ശക്തമായി ഭംഗിയായി കൊണ്ടുപോയി. അപ്പൊ അന്ന് അവർ അവഗണിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കംപ്ലീറ്റ്ലി പോയി. 42 സീറ്റോ എത്ര ഡൽഹി തൂത്തുവാരിയില്ലേ കഴിഞ്ഞ ലോക്സഭയിലെ സംഭവിച്ചത്? 42-50 സീറ്റേ കിട്ടിയുള്ളൂ. ആലോചിച്ച് അതിദയനീയമായി പറയും. ഇതുണ്ട് ആ വീഴ്ച മനസ്സിലെ ആ അപകടം തിരിച്ചറിഞ്ഞു മോദിക്ക്. അതുകൊണ്ട് മോദി എന്ത് ചെയ്തു? ഓരോ വിഷയങ്ങൾ നോക്കുക. ഇതിൻ്റെ ഇവർ എനിക്ക് മോദിയോട് വലിയ ബഹുമാനം തോന്നി. മോദിക്ക് ഇമേജ് നഷ്ടപ്പെടാൻ കിട്ടുന്ന ഒരു അവസരത്തെ മോദി പരാജയപ്പെടുന്ന ഉറപ്പായപ്പോഴും പരാജയപ്പെട്ട് ജയിക്കാൻ തീരുമാനിച്ചു. ഇവർ അതേ നാണത്തില് നോക്കുക. മോദി അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റയിലെ സെൽഫി ലൈവ് ആയിട്ട് വരുന്നു. മോദിക്ക് വേറെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണോ? വേണ്ടല്ലോ, ദൂരദർശൻ വേണോ? എല്ലാ ചാനലുകൾക്കും അവസരം കൊടുക്കാമല്ലോ. മോദി രാജ്യത്തോട് അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഞെട്ടലുണ്ടാവും. നോട്ട് നിരോധനം പോലെ ആണോ? എങ്കിലും സകലരും ഒരുമിച്ച് കേട്ടില്ല. അവിടെ മോദി സെൽഫി, ഒരാളുടെ സഹായമില്ലാതെ സെൽഫി മോഡിലാണ്. എനിക്കത് ആ മോദിയുടെ ആ ചിത്രം ഞാൻ നോക്കുമായിരുന്നു. അന്നത്തെ ഒരു പാറ്റേൺ ലുക്ക് ഉണ്ടായിരുന്നു. അതെന്താ കാര്യം എന്നറിയോ? നിങ്ങളെപ്പോഴും ഫോൺ എടുത്ത് നോക്കണേ. സെൽഫി ലൈൻ നമ്മൾ എടുത്താൽ അതിൻ്റെ നമ്മൾ അടുത്ത് വന്നാൽ, ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ സെൽഫി എടുക്കുന്നു, കൈ ഇവിടെ കൊണ്ട് വെച്ച് ഇങ്ങനെ വലുതായിട്ടിരിക്കും. അപ്പം ഞാനൊക്കെ വീഡിയോ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചാണ് വെക്കുന്നത്. അതായത് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ക്യാമറയുടെ മറുഭാഗം വെക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം എടുത്താൽ, അതായത് ക്യാമറ നമ്മൾ കാണുന്ന ഭാഗം എടുത്താൽ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്കിൽ തെറ്റ് വരും. തിരിച്ച് ഈ ചെറിയ നമ്മൾ ക്യാമറ കാണുന്നില്ല ആ ഭാഗത്താണ് നമ്മുടെ മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം മോദി അങ്ങനെ സാധാരണ സെൽഫി എടുക്കുന്ന അതേ സ്റ്റൈലിൽ വെച്ചു. ആ വീഡിയോ 24 മണിക്കൂറും കൊണ്ട് 30 കോടി ആളുകൾ കണ്ടു. റെക്കോർഡാണത്. ഇൻസ്റ്റയിൽ ഒരു പ്രോഗ്രാം ഈവന്റ് പോലും ഈ 30 കോടി ജനങ്ങൾ കണ്ടിട്ടില്ല.
എന്ന് മാത്രമല്ല 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റയിൽ അദ്ദേഹത്തിന് കൂടി, ഫോളോവേഴ്സ്. ലോകത്ത് ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും പണ്ട് തന്നെ രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയക്കാർ നമ്മുടെ ഇവിടെ വിരാട് കോഹ്ലിക്കാണ് ഇന്ത്യയിൽ, രണ്ടാമത് മോദിക്ക്. രാഷ്ട്രീയ നേതാക്കളിൽ ട്രംപിന് 4 കോടി, ട്രംപിന് എത്രയാണ് 4 കോടി ഉള്ളപ്പോഴാണ് ഇദ്ദേഹത്തിന് 10 കോടി. ആലോചിച്ച് നോക്കി. ഇന്നലെ രാത്രി അദ്ദേഹം വീണ്ടും സംസാരിച്ചു. അതെ, നന്ദി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ സംഭാഷണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ആരോടെ? ന്യൂജനോട് നിങ്ങളുടെ വിഷയം ഞാൻ മനസ്സിലാക്കി, നിങ്ങൾക്കൊപ്പമാണ് ഞാൻ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളോടൊപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞ് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ അവശേഷിക്കുന്ന ഏക വിഷയം. അതോടുകൂടി ഈ ആളുകൾക്ക് ശരിയാണല്ലോ. നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിൽ എത്ര കേരളത്തിലുണ്ടാകുന്നു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു, ചോദ്യപേപ്പർ തിരികെ കയറ്റം ഉണ്ടാകുന്നു. ഇന്ത്യ മുഴുവൻ, ബീഹാറിലൊക്കെ പരീക്ഷ വെറും നാമം മാത്രമേ. ലല്ലുവായിരുന്നു അതിന്റെ നേതാവ്. എല്ലാവരും കേട്ടുള്ള കാര്യം. ലല്ലുവിന്റെ മോളും മിസ MBBS പാസ്സായത് തോറ്റുപോയിട്ട് അവളെ ഏതാണ്ട് ഒരു കോട്ടയെ കയറ്റിയിട്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് അവസാനം മിസ ഫസ്റ്റ് റാങ്ക് പാസ്സായിരുന്നു. ഫസ്റ്റ് റാങ്ക് പാസ്സായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തിരിമറികൾ രാജ്യത്തെ കാലത്തുമുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് PSC ഓഫീസ് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ തന്നെ ഇന്ത്യ മുഴുവനുണ്ട്. ഇതിനു മുമ്പ് എത്രയോ തവണ വന്നിട്ട്. അതുപോലെ തന്നെ മോദി വന്നതിന് ശേഷം എല്ലാ സീറ്റുകളും ഇരട്ടിയാക്കി. മെഡിക്കൽ സീറ്റുകൾ 30,000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അത് 1,28,000 1,30,000 കൂട്ടി. എല്ലാ സീറ്റുകളും വർദ്ധിപ്പിച്ചു. ഒരുപാട് പരിഷ്കാരങ്ങൾ കൂടി. എന്നിരുന്നാലും ഈ 1,20,000 സീറ്റിന് വേണ്ടി 20 ലക്ഷം പേരെ പരീക്ഷ എഴുതുന്നത്. അതെ. അപ്പൊ അവർ മുഴുവനും ഈ കാത്തിരുന്ന് ആവാശത്തോടെ എഴുന്നൊരു പരീക്ഷയിൽ ഇങ്ങനൊരു അട്ടിമറി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും. ആ പ്രതിഷേധം സ്വാഭാവികം. അതിൽ ജാതി പറഞ്ഞിട്ടോ രാജ്യവിരുദ്ധ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പ്രതിഷേധം അതിസ്വാഭാവികമാണ്. ഈ അതിസ്വാഭാവികമായ പ്രതിഷേധത്തെ അടിച്ചമർത്തിയാൽ തീർന്നു പോകും തിരിച്ചറിഞ്ഞ് അതിനെ അതേ ആയുധത്തിൽ കൈകാര്യം ചെയ്ത് തോറ്റു ജയിക്കുകയാണ് മോദി ചെയ്തത്. യഥാർത്ഥത്തിൽ തോറ്റു, പക്ഷെ ജയമായിരുന്നു. പണ്ട് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ അബദ്ധം, അന്ന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ആരംഭിച്ചും അതിനെ അടിച്ചമർത്താനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ഇന്ദിരാഗാന്ധി അവരെ കൂടെ ചെയ്തത് ഒരു ഭയങ്കരമായ ഒരു അബദ്ധമായി. ജനാധിപത്യ രാജ്യത്ത് അടിച്ചമർത്തലിന് വിലയില്ല. ഇപ്പം മറുനാടൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ്. പിണറായി വിജയൻ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടാണ്. പിണറായി വിജയൻ നമ്മൾ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ നമ്മളങ്ങ് പോകും. നമ്മുടെ കുറേ ആരാധകർ നമ്മളെ കൊള്ളാമെന്ന് പറയും, നിന്റെ ധൈര്യം കൊള്ളാമെന്ന് പറയും. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഈ മറുനാടൻ എന്ന ബ്രാൻഡ് നമ്മുടെ ശത്രുക്കൾക്കിടയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇവരല്ലേ? ഇവർ ഈ റിപ്പോർട്ടർ ചാനലും ഇവന്മാരുടെ ചാനലും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഓൺലൈൻ ചാനൽ, കേരളത്തിൽ ഏറ്റവും അധികം അഴിമതി നടത്തുന്ന ഓൺലൈൻ ചാനലുണ്ട്, ഒരു യൂട്യൂബുണ്ട്. അഴിമതി, ബ്ലാക്ക് മെയിലിങ്, കൈക്കൂലി 100 പരാതി എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, തെളിവും കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുക്കത്തില്ല. എന്താണെന്നറിയോ? നമ്മൾ ഈ ചാനലിൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ അവൻ്റെ റീച്ച്, ആ ചാനൽ റീച്ച് കൂടും. അവിടെയാണ് ഈ റിപ്പോർട്ടർ ചാനല്, മീഡിയ ഉണക്ക് നിരന്തരം മറുനാടൻ. അപ്പം ഈ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അടിച്ചമർത്താതെ കൈകാര്യം ചെയ്യാൻ മോദിക്ക് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അവരെ നേരിട്ട് അഡ്രസ്സ് ചെയ്തതോടുകൂടി ഇപ്പം ന്യൂജനിലേക്ക്, അതായത് മോദിയെ കേട്ടോണ്ടിരുന്നത് നമ്മളെപ്പോലുള്ള കാരണവന്മാരായിരുന്നു. അതെ, മോദി പറയുന്നത് എന്താണെന്ന് വ്യക്തതയോടുകൂടി പിള്ളേർ കേട്ടു. കാരണം സകല പിള്ളേരും ഇത് കേട്ടു. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആളുകൾ കണ്ടത്. ഇൻസ്റ്റയില് ഈ പിള്ളേരെ നമ്മൾ അങ്ങനെ അവഗണിക്കാൻ പാടില്ല. കാരണം അവര് നമ്മുടെ തലമുറയല്ല, അവർ വേറെ തലമുറക്കാരാണത്. അവരെ അഡ്രസ് ചെയ്യേണ്ടത് പ്രത്യേക രീതിയിലാണ്. അല്ല, അത് കൃത്യമായി മനസ്സിലാക്കി മോദി. അത് ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ മക്കളാണ്. നോക്കൂ, കൃഷ്ണകുമാറിന്റെ മകള് കൃഷ്ണകുമാറിന്റെ നിലപാട്, സുരേഷ് ഗോപിയുടെ മകൻ. അതെ. അപ്പം ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ മക്കളുടെ എൻ്റെ നിലപാടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വീട്ടിൽ രാഷ്ട്രീയം പറയാറില്ല. നമ്മുടെ കാരണം പിള്ളേർ അവരുടെ നിലപാട് എടുത്തോട്ടെ എന്നുള്ളതാണ്. ആ നിലപാടിൽ മുമ്പോട്ട് പോകട്ടെ. പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊരു വികാരമുണ്ട്. അവർക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. അവർ വർത്തമാനകാല സാഹചര്യമാണ് പരിഗണിക്കുന്നത്. ഈ വർത്തമാനകാല സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇത് ഗൗരവമേറിയ വിഷയമാണ്. അങ്ങനെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും പറയും, യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാൻ പാടാണ്. ഈ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധി. അവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം. അടിക്കാനുള്ള അടിച്ചു, 3 ദിവസം അടിച്ചു ചെയ്യാനുള്ളത് ചെയ്തു. പിന്നെ അവസരം കിട്ടുമ്പോൾ അവസാനിപ്പിക്കുക. ഈ ട്രംപിനെ പറ്റിയിരിക്കുന്നത് അതാണ്. യുദ്ധം തുടങ്ങി, എപ്പം നിർത്തണം, എങ്ങനെ നിർത്തണം അറിയത്തില്ല. അപ്പം ഇത് തന്നെയാണ് ഇവിടെയും. ഇവർ ഈ സംഘർഷത്തിലേക്ക് വരുന്നു. ഇവരുടെ പിന്തുണ അതിശക്തമാണ് മനസ്സിലാവുന്നു.
ന്യൂജൻ വിപ്ലവം തന്നെ രാജ്യത്തെ ജനസംഖ്യയിൽ 50% എന്ന് പറയുന്ന അവരാണ്. ഈ ചെറുപ്പക്കാരാണ്, ന്യൂജനാണ്. ഈ ന്യൂജനാണ്. അപ്പൊ അവരുടെ വികാരം പരമ്പരാഗത ഹിന്ദുത്വം പറഞ്ഞിട്ടോ മുസ്ലിം വിരോധം പറഞ്ഞിട്ടോ രാജ്യവിരുദ്ധം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ പറയാവുന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ ആ വികാരം തിരിച്ചറിഞ്ഞ് വളരെ ബുദ്ധിപരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി മാറുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മോദിക്ക് മൈലേജ് ആവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അതെ, കാരണം ഇതിലോട്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഇതിന് നേതൃത്വം കൊടുത്തവരും ഇതിന് പുറകിൽ വന്നവരും പൊളിറ്റിക്സ് ഉള്ളവരാണ്. കാരണം അഭിജിത്ത് ദീക്കയ്ക്ക് തന്നെ 30 വയസ്സ് കഴിഞ്ഞു. അതെ, അയാളെ വേണമെങ്കിൽ നമുക്ക് ഈ വെറും ഒരു ന്യൂജൻ എന്ന് പറയാൻ പറ്റത്തില്ല. 30 വയസ്സ് കഴിഞ്ഞാൽ ജെൻസി അല്ല, ജെൻസിയോ ആൽഫയോ ഒന്നും അല്ല. അപ്പം ഇങ്ങനെ വന്നവർക്ക് ചില പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയർ ആയിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അമേരിക്ക പോയി പഠിച്ചതാണ്. പക്ഷെ വന്നിരിക്കുന്ന ഭൂരിപക്ഷം പേരും അവർക്കിതൊന്നുമില്ല. അപ്പം അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ അഡ്രസ്സ് ചെയ്തിട്ട് അവരിൽ കുറച്ചുപേരെ കൂടി ഫാനാക്കി എന്നാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ് മോദി തീർക്കുമ്പോൾ ഇത് വളരെ തന്ത്രപരമായ, ഇത് കീഴടങ്ങലല്ല, ഇത് വളരെ തന്ത്രപരമായ ഒരു വിജയമായിട്ട് ഞാൻ കണ്ടു. മാത്രമല്ല ഭാവിയിൽ നമ്മുടെ നാട്ടിൽ ഭരിക്കാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു രീതിയാണ്. അല്ല, ഇവർ മനസ്സിലാക്കും. അതായത് ഞങ്ങൾക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിച്ചിരുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് മാത്രം ഇനി നടക്കില്ല. ഇവരെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. വലിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് നേട്ടങ്ങൾ കഴിയാം, പക്ഷേ ഈ പുതിയ പിള്ളേരെ അഡ്രസ്സ് ചെയ്ത് പറ്റുന്നൊരു തോന്നലുണ്ടാവുകയും ആ തോന്നൽ അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി അടക്കമുള്ള ചാടിയ വീണത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഇടപെടലിലൂടെ വലിയ പിന്തുണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പുള്ളി. മോദി വലിയ പിന്തുണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ. അപ്പം 47 വരെ പിരിച്ചുവിട്ടു ആ സ്ഥാപനത്തിൽ. NDA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയിലെ 47 കോടതികൾ തുടങ്ങാൻ തീരുമാനിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വെച്ചു, ശിക്ഷ വർദ്ധിപ്പിച്ചു, 10 കോടി ഇതൊക്കെ പടപടാന്ന് ചെയ്തു. അപ്പൊ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി, ആ പരിഹാരം ഉണ്ടാക്കിയതാരാ? ഇവരാ, ഈ പിള്ളേരാ, പാറ്റകളാണ്. അപ്പൊ അവരൊരു പാറ്റകൾ എന്ന നിലയിൽ മുമ്പോട്ട് പോയി അപ്പൊ ഇതിന്റെ ആകെപ്പാടെ എനിക്കൊരു കാര്യത്തിൽ മാത്രമേ പരാതിയുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ ഇനി മറ്റൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഈ വിഷയം ഉണ്ടാകുന്നു, അതായത് പരീക്ഷ ചോദ്യപേപ്പർ ചോരുന്നു. ആദ്യം ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു. അതായത് രണ്ടാമത് പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. ഈ പ്രതികളെ ചോദ്യപേപ്പർ ചോർച്ച ചെയ്തവരുടെ എല്ലാം ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലടച്ചു. പക്ഷേ അന്ന് തന്നെ മോദി ഇങ്ങനെ ഈ ന്യൂജനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ന്യൂജൻ കുട്ടികളെ, ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. കാരണം ഇങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഈ മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ഇത് ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ എന്തൊരാവേശം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു മോദി. അപ്പം പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഒരു ബഹളം ഉണ്ടായി. ഈ ബഹളം അവർക്ക് പാഠമായി മനസ്സിലായി. ഇനിയുള്ള രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു മോദിയുടെ ഗുണം എന്താ വെച്ചാൽ പാഠത്തിൽ ഉൾക്കൊള്ളുന്ന ആളാണ്. ഇനിയുള്ള രാഷ്ട്രീയത്തിൽ കൃത്യമായി മാറ്റം വരുത്താനും ജൻസിയെ ഉൾക്കൊള്ളാനും കഴിയണം. കാരണം കർഷക സമരത്തിൽ ഏതാണ്ട് ഇതിന്റെ വേറെ പതിപ്പ് സംഭവിച്ചാണ്. പക്ഷേ കർഷക സമരം അതിനുശേഷം അവർ അവഗണിച്ചു, ചെയ്തിട്ടില്ല. പക്ഷെ ഇതങ്ങനല്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനിയിപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും. പുനഃസംഘടന ഉണ്ടാകുമ്പോഴൊക്കെ ഒരുപക്ഷെ ജൻസികൾക്ക് പ്രാധാന്യം ഈ ഒരു വലിയ കണ്ണു തുറക്കാൻ കാരണമായി. ലോകം മാറുന്നു, നമ്മുടെ നാട് മാറുന്നു, തലമുറ മാറുന്നു. ആ തലമുറ മാറ്റം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. CPM സംഭവിച്ചതാണ്. അവർ തലമുറ മാറ്റം ഒന്നും അറിഞ്ഞില്ല, ഒന്നും സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ വിലയിരുത്തുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അതായത് എൻ്റെ ആശങ്ക മുഴുവൻ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം, കുട്ടികളുടെ കൺസേൺ പരിഹരിക്കപ്പെടണം. പക്ഷേ ഇതൊരു ലഹളയായി മാറിയാൽ നമ്മുടെ ഒരു പയ്യനെ അടിച്ചതിന് നമുക്ക് പാർലമെന്റ് പൊത്തിക്കാം, പീരങ്കി വെക്കാം, മോദിയെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞു ഇത്തരം കലാപകാരികൾ വരികയും ഇവർ വലിയ തോതിൽ അക്രമം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പടർന്നു പിടിച്ചാൽ നാം വിചാരിക്കുന്ന മാതിരിയല്ല. ഇന്ത്യയിലെ എല്ലായിടത്തും ഈ പോലീസിന് പരിമിതികളുണ്ട്, ജനങ്ങളെ വെടിവെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കലാപം പടർന്നു പിടിച്ചാൽ ഒരുപക്ഷെ രാജ്യം അട്ടിമറിക്കപ്പെടുകയും രാജ്യത്തിന് വികസനം അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. വിദേശ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യം കൊടുത്ത് അൽ ജസീറയെ കാണണം. ഞാൻ അൽ ജസീറ നോക്കുന്ന ആളാണ് എല്ലാ ദിവസവും, 3-4 വാർത്തകളാണ്. അപ്പം ഈ ഒരു ഈ വികാരത്തെ അതങ്ങോട്ടും അത് ആളിപ്പടർന്ന് കൊടുങ്കാറ്റായി അത് കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങാതെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. അത് എന്ന് മാത്രമേ ഇനി ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, നേരത്തെ ചെയ്യാമായിരുന്നു, ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജൻസിയെ കൂടി ഉൾപ്പെടുത്തി മുമ്പോട്ട് പോയാൽ തീർച്ചയായും നേട്ടമുണ്ടാക്കാൻ പറ്റും. അത് കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞ RSS മേധാവി പറഞ്ഞാണ് ശരി. അവരെയും കൂടെ അവരെ അഡ്രസ്സ് ചെയ്ത് അവരെ കണക്കിലെടുക്കണം അവരുടെ അഭിപ്രായം. എന്തായാലും അതായത് ഇതിന് ഈ സമരത്തെ ഇത് വലിയ വിജയം തന്നെയാണ്. ഇത് കീഴടങ്ങലോ തോൽവിയായിട്ട് ഞാൻ കരുതുന്നില്ല. ആ കീഴടങ്ങലോ തോൽവിയാവുന്നത് അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കി കൃത്യമായ കാര്യങ്ങൾ പിടികിട്ടി ഒരു ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പിൻവാങ്ങലാണ്. അതേസമയം
ഈ പുതിയ തലമുറയുടെ ശബ്ദം കേട്ടേ മതിയാവൂ എന്ന് ഇനി ഭരണകർത്താക്കൾ എല്ലാവർക്കും മനസ്സിലാക്കണം. മോദി അടക്കം പഴയ ഈ ടിപ്പിക്കൽ ഹിന്ദുത്വ രാഷ്ട്രീയം BJPക്കോ അല്ലെങ്കിൽ ടിപ്പിക്കൽ സമര രാഷ്ട്രീയം കോൺഗ്രസിനോ മാത്രം പോരാ, ഈ പുതിയ തലമുറയെ കൂടി അഡ്രസ് ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്താൻ ഈ പിള്ളേർക്ക് കഴിഞ്ഞു. പാറ്റകളായിക്കോട്ടെ, അട്ടകളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. മുമ്പൊക്കെ ഇതിനൊക്കെ രാഷ്ട്രീയവാദം എന്ന് പറയും, പക്ഷേ ഇതാണ് ശരിക്കും ഇതാണ് രാഷ്ട്രീയം. അത് കഴിഞ്ഞു. അതുകൊണ്ട് രാജ്യത്തിന് വലിയ നേട്ടമുണ്ട്. എൻ്റെ ആശങ്ക മുഴുവൻ ശ്രീലങ്ക മോഡലോ നേപ്പാൾ മോഡലോ ബംഗ്ലാദേശ് മോഡലോ ഒരു കലാപം ഉണ്ടാവുകയും നമ്മുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും നമ്മൾ അസ്ഥിരപ്പെടുകയും ഈ അസ്ഥിരത ഇങ്ങോട്ട് നിക്ഷേപത്തെ, കാരണം നമ്മുടെ രാജ്യം വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ട അവസരം നഷ്ടപ്പെടും. കലാപം ഉണ്ടായാൽ സ്വാഭാവികമായും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും. പണം മുടക്കുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ കലാപഭൂമിയിൽ പണം മുടക്കത്തില്ല. അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഒഴിഞ്ഞു പോയതിൽ നന്നായി. മാത്രമല്ല അതേസമയം ആദ്യമായി മോദിയും BJPയും തിരുത്താൻ തയ്യാറായി. രണ്ടാമതാണ് കർഷക സമരം ഉണ്ടായിരുന്നെങ്കിൽ പോലും. പക്ഷേ ഇത്രയും ശക്തമായൊരു ഫോഴ്സ് ഇവരുടെ സ്വാധീന വലയത്തിന് അപ്പുറത്തുണ്ടെന്ന് അവർക്ക് ബോധ്യം. അതായത് ഇതുവരെ അവർ കരുതിയിരുന്ന് കോൺഗ്രസിനെ തീർത്താൽ മതി, പിന്നെ ആരുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പ്രാദേശിക പ്രതിപക്ഷ പാർട്ടിയോ തീർത്താലും ഒരു വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വലിയൊരു ഫോഴ്സ് ഇവിടെ ഉണ്ടെന്നും ആ ഫോഴ്സിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മതത്തിൻ്റെ രൂപമില്ലെന്നും അവർ ഒരുമിക്കുന്ന സാഹചര്യം ഒരു വികാരമാണെന്നും ആ വികാരം രൂപപ്പെട്ടാൽ അവരെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുകയും അവരെ ഉൾക്കൊള്ളുന്ന തരത്തിൽ നയവ്യത്യാസങ്ങൾ വരുത്താൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന സാഹചര്യം ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണിത്. ഇത് ഏതായാലും ഭാവി രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാഠമാണ്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിക്കും ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികൾക്കും അഭിവാദ്യങ്ങൾ. നന്ദി.